ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു പഴയ തോട്ടത്തിൽ നിറയെ മുൾച്ചെടികൾ വളർന്നു നിന്നിരുന്നു. ആ തോട്ടത്തിൻ്റെ നടുവിൽ ഒരു ചെറിയ നീരുറവയുണ്ട്. നീരുറവയുടെ തണുത്ത വെള്ളം തോട്ടത്തിലെ ചെടികൾക്കും മൃഗങ്ങൾക്കും ജീവൻ നൽകി. എന്നാൽ മുൾച്ചെടികൾ നീരുറവയെ വളയാൻ തുടങ്ങി. അവയുടെ കൂർത്ത മുള്ളുകൾ നീരുറവയിലേക്ക് വീഴുകയും വെള്ളം മലിനമാക്കുകയും ചെയ്തു. ഒരു ദിവസം ഒരു ചെറിയ കിളിക്കുഞ്ഞ് തോട്ടത്തിലേക്ക് പറന്നെത്തി. ദാഹിച്ചു വലഞ്ഞ ആ കിളിക്കുഞ്ഞ് നീരുറവയിലെ വെള്ളം കുടിക്കാൻ ശ്രമിച്ചു. എന്നാൽ മലിനമായ വെള്ളം കുടിച്ചപ്പോൾ അതിന് വയ്യാതായി. കിളിക്കുഞ്ഞ് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കേട്ട് തോട്ടത്തിലെ മറ്റു മൃഗങ്ങളും പക്ഷികളും അവിടെ എത്തി. അവർ മുൾച്ചെടികളുടെ ക്രൂരത കണ്ട് ദുഃഖിച്ചു. അവർ ഒത്തുചേർന്ന് മുൾച്ചെടികൾ വെട്ടിമാറ്റാൻ തീരുമാനിച്ചു. ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് മുൾച്ചെടികൾ വെട്ടിമാറ്റി. ചിലർ ചെറിയ മുള്ളുകൾ നീക്കം ചെയ്തു, ചിലർ വലിയ ചെടികൾ മുറിച്ചു മാറ്റി. ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷം അവർ നീരുറവയെ മുൾച്ചെടികളുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു. ശുദ്ധമായ നീരുറവ വീണ്ടും ഒഴുകാൻ തുടങ്ങി. കിളിക്കുഞ്ഞ് ശുദ്ധമായ വെള്ളം കുടിച്ച് ആരോഗ്യം വീണ്ടെടുത്തു. തോട്ടത്തിലെ മറ്റു മൃഗങ്ങളും പക്ഷികളും സന്തോഷത്തോടെ നീരുറവയിലെ വെള്ളം കുടിച്ചു. തോട്ടം വീണ്ടും ജീവസുറ്റതായി മാറി. നെഗറ്റീവ് ചിന്തകൾ, വിദ്വേഷം, ക്രൂരത എന്നിവയെ ഈ കഥയിലെ മുൾച്ചെടികളും ശുദ്ധമായ മനസ്സ്, സ്നേഹം, സഹാനുഭൂതി എന്നിവയെ നീരുറവയും പ്രതിനിധീകരിച്ചിരിക്കുന്നു. നിസ്സഹായരായവർ, തെറ്റുകൾ സംഭവിക്കുന്നവർ എന്നിവരെ കിളിക്കുഞ്ഞായി കാണിച്ചിരിക്കുന്നു. സമൂഹത്തിലെ നല്ല മനസ്സുള്ളവരെയും സഹായം നൽകുന്നവരെയും മൃഗങ്ങളോടും പക്ഷികളോടും ഉപമിച്ചിരിക്കുന്നു. ജീവിതം, പ്രതീക്ഷ, ശുദ്ധീകരണം എന്നിവയെ വെള്ളം പ്രതിനിധീകരിച്ചിരിക്കുന്നു. നെഗറ്റീവ് ചിന്തകളും ക്രൂരതയും സമൂഹത്തെ നശിപ്പിക്കും. സഹാനുഭൂതിയും സ്നേഹവും ഉപയോഗിച്ച് നമുക്ക് നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കാം. തെറ്റുകൾ തിരുത്താനും മറ്റുള്ളവരെ സഹായിക്കാനും നമുക്ക് സാധിക്കും. ഒത്തുചേർന്നാൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും.